പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട ആശയത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. കാരണം നമ്മൾ പലരും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക കാര്യങ്ങളുടെ പിന്നാലെ ഓടി നടന്ന് ജീവിതം സന്തോഷവും സമാധാനവും ഇല്ലാതെ നശിപ്പിച്ച് കളയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഈ ഒരു അനുഭവ കഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ നിന്ന് വേണ്ട പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്ട് 20-ാമത്തെ വയസ്സിൽ തന്നെ രാജാധികാരം കിട്ടുകയും അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ 30 വയസ്സൊക്കെ ആവുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റിക്കൊണ്ട് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങളുമായി പുറപ്പെടുകയും അവിടങ്ങളെല്ലാം കീഴ്പ്പെടുത്തി വലിയൊരു സാമ്രാജ്യത്തിന് ഉടമയായി തീർന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ വളരെ ചരിത്ര പ്രസിദ്ധങ്ങളാണ്. വളരെ ചെറുപ്പമായിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയധികം വലിയൊരു സാമ്രാജ്യത്തിന് അധിപതിയായി തീരുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം പട നയിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടെ യുദ്ധത്തിന് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയെ ഏതാണ്ട് 2 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചെന്നെത്താവുന്ന ദൂരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് പതിവായിരുന്നു. കാരണം യുദ്ധത്തിൽ ഏതെങ്കിലും വിധത്തിൽ തോൽവിയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സംരക്ഷണത്തെ ഓർത്താണ്, സുരക്ഷയെ ഓർത്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഓരോ യുദ്ധങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴും അമ്മ ഭൃത്യന്മാരുടെ അടുത്ത് പറഞ്ഞു വിടും, എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം, അലക്സാണ്ടറെ കാണണം, അതുകൊണ്ട് അവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം എന്ന് പറയും. അപ്പോൾ എല്ലാം ചക്രവർത്തി അമ്മയ്ക്ക് ദൂത് അയക്കും. ഈ ഒരു യുദ്ധവും കൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന ഈ ഒരു യുദ്ധവും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാം, അമ്മയെ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഓരോ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ലോകം തന്നെ അദ്ദേഹത്തിന്റെ കാൽക്കീഴിലാവുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ വന്ന് യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു രോഗം പിടിപെടുകയും ആ രോഗം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും അതിന്റെ മരണത്തെപ്പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു രോഗത്തിന് അടിമപ്പെട്ടു പോവുകയും ലോകത്തിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ചികിത്സ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും വളരെ ശക്തമായിട്ടുള്ള ഒരു രോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഈ ഡോക്ടർമാരോട് പറയും, എനിക്ക് 24 മണിക്കൂർ ജീവിച്ചിരിക്കണം. കാരണം എൻ്റെ അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 24 മണിക്കൂർ യാത്ര ചെയ്ത് അമ്മ എൻ്റെ അടുത്ത് വന്ന് അമ്മയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊള്ളാം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ നൽകാം. ഈ രാജ്യങ്ങൾ മുഴുവൻ വേണേൽ തരാം, അല്ലെങ്കിൽ എൻ്റെ സ്വർണവും പണവും രത്നങ്ങളും ഒക്കെ തരാം, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി നൽകാം. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറയും. പക്ഷേ ഡോക്ടർമാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരെത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ നീട്ടിക്കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അമ്മയെ കാണാതെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഈ ലോകം വിട്ട് പോകേണ്ടി വരികയാണ്. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറയും, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും ആ ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് തൂക്കിയിടുക. കാരണം ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്ന് പോകുമ്പോൾ പോലും ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാതെ വെറും കൈയോടെയാണ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയട്ടെ. അതിനു വേണ്ടിയിട്ട് എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തേക്ക് തൂക്കിയിട്ടുകൊണ്ട് വേണം എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ആരും ഒന്നും കൊണ്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് ഇപ്പോഴുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് നേടിയെടുത്തത് മാത്രമാണ്. പ്രത്യേകിച്ചും ഇന്ന് നമുക്കുള്ള ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ചുറ്റുപാടുകളും നമുക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. അതെല്ലാം നാളെ മറ്റാരുടെയെങ്കിലും ആകേണ്ടതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത്, നമ്മൾ മരണപ്പെട്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് യാതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം മറ്റുള്ളവരോട് പടവെട്ടിയും മറ്റുള്ളവരുടെ സ്വത്തുക്കളും വസ്തുക്കളും ഒക്കെ സ്വന്തമാക്കാനായിട്ട് ഉള്ള നെട്ടോട്ടം ഓടിയും ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ ജീവിതത്തെ വളരെ സന്തോഷകരമായിട്ടും ശാന്തമായിട്ടും ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹത്തായ ജീവിതം ഈ ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ നടന്ന് നശിപ്പിച്ച് കളയാതെ, അല്ലെങ്കിൽ അത്യാഗ്രഹം മൂലം
നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ നമ്മൾ നേടിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ സ്വന്തമാണെന്ന് അഹങ്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതിന് പകരം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ അടിച്ചമർത്തുന്നതിന് പകരം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതം വളരെ സന്തോഷകരമായി, സമാധാനപരമായി നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിക്ക് പറ്റിയ പോലെ ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ടും സ്വന്തം അമ്മയെ പോലും ഒരു നോക്ക് കാണുവാൻ സാധിക്കാതാണ് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ജീവിതത്തെ തിരിച്ചറിയുക, ആ ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ജീവിതത്തിന്റെ മനോഹാരിത തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ജീവിതത്തിന്റെ സന്തോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics, and spirituality.